കർത്താവിൻ്റെ മഹത്വമുണ്ടാകട്ടെ. നമ്മൾ തുടർമാനമായിട്ട് പഠിക്കുന്ന ആത്മിക യാത്ര എന്നുള്ള ടൈറ്റിലുള്ള നമ്മുടെ വചന പഠനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുന്ന സമയത്ത് ഏലിയാവ് തൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന എലീശയോട് പറഞ്ഞു, ദൈവം എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുകയാണ്, നീ ഇവിടെ തന്നെ തുടർന്നുകൊള്ളുക. എന്നാൽ ദർശനം പ്രാപിച്ച അഭിഷേകമുള്ള എലീശ ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ആരാണോ അങ്ങയെ ബേഥേലിലേക്ക് പോകാൻ അപ്പോയിൻ്റ് ചെയ്തത്, അതേ ദൈവം എന്നോട് പറഞ്ഞു, അങ്ങയെ വിട്ട് പിരിയരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ ആത്മീകമായി നടത്തുന്ന ദൈവപുരുഷന്മാരെ നാം ഫോളോ ചെയ്യണം. പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ, എൻ്റെ അനുകാരികളാകുവീൻ. കർത്താവിൻ്റെ ശിഷ്യത്വം നാം സ്വീകരിച്ചത് കർത്താവിനെ ഫോളോ ചെയ്യാനാണെങ്കിൽ ഒരിക്കലും അവനെ വിട്ട് പിരിയരുത്. അവൻ നമ്മുടെ പ്രാണപ്രിയനാണ്, അവനാണ് നമ്മുടെ ഗൈഡ്, അവനാണ് നമ്മളെ നടത്തുന്നവൻ, അവൻ നമ്മുടെ നടത്തിപ്പുകാരനാണ്. നാം പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ആത്മീക യാത്രയുടെ പ്രാരംഭ ദിശയിൽ ഗിൽഗാലിൽ അല്ലെങ്കിൽ ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് യുവർ ജേണി അവിടെ നിൽക്കരുത്. ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് കാർണാലിറ്റി. ഇവിടെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ള വളർച്ച പ്രാപിക്കാത്ത ക്രിസ്ത്യാനികളുടെ ഇടമാണ്. സ്തോത്രം. നമുക്കറിയാം, ശൗലിനെ രാജാവാക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ മറ്റൊരു രാജാവുണ്ടായിരുന്നു. ഹീ ഈസ് നൺ ബട്ട് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. യെശയ്യാവ് 32:1 പറയുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന. നീതിയോടെ വാഴുവാനിരിക്കുന്ന ആ രാജാവ് മറ്റാരുമല്ല, കർത്താവിൻ്റെ മനസ്സിലുള്ളത് തൻ്റെ പൊന്നോമനക്കുമാരനായ യേശു കർത്താവാണ്. യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത് കർത്താവ് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവൻ പാപത്താൽ പിടിക്കപ്പെട്ടവൻ്റെ തേജസ് നഷ്ടപ്പെടുമെന്നും അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തൻ്റെ പുത്രൻ കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരുമെന്നുമൊക്കെ മഹാദൈവമായിരിക്കുന്ന പിതാവാം ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ദൈവം എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിപ്പാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യമാണ്. ആ വെളിപ്പാടാണ് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തെ എങ്ങനെ നമ്മുടെ ഉള്ളിലെടുക്കാം. ഇന്ന് ലോകത്തിൻ്റെ മതങ്ങൾ മുഴുവൻ ദൈവത്തെ കാണുവാൻ പല സ്ഥലങ്ങളിലേക്ക്, പല സ്തോത്രം ക്ഷേത്ര സമുച്ചയങ്ങളിലേക്ക്, പല ദൈവാലയങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ ഈ മഹാദൈവം പറയുക, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളുടെ അകത്ത് വാസം ചെയ്യുന്ന ദൈവമാണ്. എങ്ങനെയാണ് ഒരു ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വരുവാൻ കഴിയുക? ഇതാണ് ബൈബിളിൻ്റെ ഏറ്റവും കേന്ദ്രമായ പ്രമേയമെന്ന് പറയുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന ആദ്യത്തെ പ്രവചന ശബ്ദം മുതൽ ആ ദൈവത്തിന് സ്തോത്രം ദൈവം പ്ലാൻ ചെയ്യുകയാണ്. ആദാം പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട ദിവസം മുതൽ ദൈവം പ്ലാൻ ചെയ്യുകയാണ്, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു സ്ത്രീ വേണം. ദൈവത്തിന് സ്തോത്രം, ഒരു വിശുദ്ധയായ സ്ത്രീ. അതിനുവേണ്ടി ദൈവം ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത, അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. ദൈവത്തിന് സ്തോത്രം, മെസൊപ്പൊത്താമിയയിലെ ഒരു ഗ്രാമത്തിൽ പാർത്ത് ദൈവത്തിന് സ്തോത്രം വിഗ്രഹങ്ങളുടെ വ്യാപാരം നടത്തിയിരുന്നൊരു മനുഷ്യനെ ദൈവം സന്ദർശിച്ച് അവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ കുലത്തിൽ നിന്ന് ഒരു 12 ഗോത്രങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിനകത്ത് യഹൂദ ഗോത്രം എന്നൊരു ഗോത്രമുണ്ടാക്കി. ആ ഗോത്രത്തിനകത്ത് നിന്ന് ദാവീദിൻ്റെ സന്തതിയായി ദൈവത്തിന് സ്തോത്രം യോസെഫിൻ്റെ മകനായി യേശു കർത്താവ് ജനിക്കുകയാ. സ്തോത്രം. കന്യകാ ജനനത്തിൽ കൂടെ അത്ഭുതകരമായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു. അവൻ കാൽവരി ക്രൂശിൽ ദൈവത്തിന് സ്തോത്രം രക്തം ചിന്തി മരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. എന്നാൽ ജനത്തിന് വേണ്ടത് മറ്റൊരു രീതിയായിരുന്നു. ജനം ശിശുക്കളാണ്. അവർ പറയുന്നത്, മറ്റ് ജാതികൾക്ക് ഉള്ളതുപോലെയൊരു രാജാവിനെ ഞങ്ങൾക്ക് വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ദൈവം നിങ്ങൾക്ക് രാജാവായിട്ടുള്ളപ്പോൾ നിങ്ങൾ മറ്റൊരു രാജാവിനെ ചോദിക്കുന്നത് എന്തെന്ന് ശമൂവേൽ പ്രവാചകൻ ചോദിച്ചിട്ടും അവർ നിർബന്ധ ബുദ്ധി അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ വേണം. നോക്കൂ പ്രിയരെ, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ടു ബേഥേൽ. യു കനോട്ട് റിമെയിൻ അറ്റ് ഗിൽഗാൽ. നിങ്ങൾ ആത്മീകമായി ശിശുക്കളായി നിങ്ങൾ കാർണാലിറ്റിയുള്ളൊരു സ്ഥലത്ത് നിന്നാൽ രക്ഷിക്കപ്പെട്ടത് ശരിയാണ്, പക്ഷേ
നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ആത്മീകമായി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേഥേലിലേക്ക് മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോഴും ജഡികന്മാരാണെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെയാണോ ചിന്തിക്കുന്നത്? നിങ്ങൾ അനുകരിക്കുന്നത് ലോകത്തിലെ മറ്റ് മനുഷ്യരെയാണോ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളെയാണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയാണോ? എങ്കിൽ യു ആർ സ്റ്റിൽ ഇൻ ഗിൽഗാൽ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക് മൂവ് ചെയ്യണം. ബേഥേലാണ് ശരിക്കും ദൈവത്തിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ യാഗപീഠമുള്ള സ്ഥലം, ഉടമ്പടിയുടെ സ്ഥലം, നേർച്ചകൾ നേർന്ന സ്ഥലം, ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു കവനന്റിലേക്ക് പ്രവേശിച്ച സ്ഥലമാണ് ബേഥേൽ. ബേഥേലിൽ ദൈവത്തിന് സ്തോത്രം, ദൈവിക സാന്നിധ്യമുണ്ട്. ദൈവിക സാന്നിധ്യത്തിൻ്റെ കീഴിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകുവാൻ സാധ്യതയില്ല. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മുടെ ആത്മിക ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവത്തനായ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് നാം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർന്നു എന്നുള്ളത് ശരിയാണ്. നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും ദൈവത്തെ ആരാധിക്കുന്നതും ശരിയാണെങ്കിലും നമുക്ക് ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക്, ഒരു പ്രതിഷ്ഠയിലേക്ക് നാം വരുന്ന സ്ഥലമെന്ന് പറയുന്നത് ബേഥേലാണ്. ബേഥേലിലേക്ക് പോയി അവിടെ വെച്ച് ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് വരാത്തിടത്തോളം കാലം നമ്മുടെ ആത്മിക ജീവിതം ഇന്നും ജഡികമായി തുടരും. നമുക്കൊരിക്കലും ഒരു സ്പിരിച്വൽ മാനായിട്ട് തുടരുവാൻ കഴിയത്തില്ല എന്നുള്ള വാസ്തവം നാം ഒരിക്കലും മറന്നു പോകരുത്. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട് പറയുന്ന കാര്യമുണ്ട്, നീ ഇവിടെ ഈ ഗിൽഗാലിൽ തന്നെ താമസിച്ചുകൊള്ളുക, എന്നാൽ യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഉയർന്ന ഒരു തലത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിനക്കിവിടെ കഴിയാം, നീ ആത്മാവിൽ അത്രയ്ക്ക് വളർന്നിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നാൽ പ്രവാചകനായിരിക്കുന്ന എലീശ പറയുകയാണ്, സ്തോത്രം, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിയത്തില്ല. യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബേഥേലിലേക്ക് തൻ്റെ കൂടെ പ്രയാണം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ലോകം നിന്നെ മാടി വിളിക്കും, പിശാച് നിന്നെ തടങ്കലിലാക്കാൻ ശ്രമിക്കും, പക്ഷേ നീ ഗിൽഗാലിൽ തുടരരുത്. നീ ഗിൽഗാലിൽ തുടർന്നാൽ നിൻ്റെ ആത്മീയത കരിപ്പിടിക്കപ്പെടുകയില്ല. നീ ബേഥേലിലേക്ക് പോകണം. അത് യാഗപീഠമുള്ള സ്ഥലമാണ്, അത് ഉടമ്പടിയുടെ സ്ഥലമാണ്, അത് നേർച്ചയുടെ സ്ഥലമാണ്, അത് സ്പിരിച്വൽ മാൻ വരാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അതിലേക്ക് നിങ്ങളെ പ്രവേശിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.